ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ എൻ്റെ വീഡിയോ ആയിട്ടാണ്. ബട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു പുതിയ മോഡലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്രിലിക്കിലാണ്. ആക്രിലിക്കിൽ തന്നെ വലിയ 5 ബോക്സിലായിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും കൂടി സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആ ബോക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബിഗ് ബോക്സ് തന്നെയാണ്. സോ നമുക്കതെങ്ങനെയാണെന്ന് കാണാം. സോ ഗൈസ്, ഇതാണ് നമ്മൾ 5 വലിയ ബോക്സ് വന്നിട്ട്. ഇതിൻ്റെ വലുപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് ഓരോ ബോക്സും ഒരു 20 ഇഞ്ചസ് ഒരു സൈഡൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എത്ര വലുപ്പമുണ്ട് ഒരു ബോക്സ് എന്ന്. അപ്പം നമ്മൾ ഓരോ ബോക്സിലായിട്ടും കുറേ സാധനങ്ങൾ വെക്കുന്നുണ്ട്. 2 ബോക്സിൽ ഫുള്ളി ചോക്ലേറ്റ് ആണ് വെക്കുന്നത്, ഒരു ബോക്സിൽ ഡ്രസ്സാണ് വെക്കുന്നത്, ഒരു ബോക്സിൽ അതുപോലെ തന്നെ ചപ്പല്, ബാഗ്, പെർഫ്യൂം, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ബോക്സിൽ വന്നിട്ട് നമ്മൾ വെക്കാൻ പോകുന്നത് ഖുറാന്, മുസല്ല, ചോക്ലേറ്റ്സ്, അങ്ങനത്തെ നിസ്കാരക്കുപ്പായം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിട്ടുള്ള ഒരു ബോക്സ്. അങ്ങനെ 5 ബോക്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ബോക്സ് വന്നിട്ട് നമ്മൾ നിസ്കാരക്കുപ്പായം, ഖുറാന്, മുസല്ല, ചോക്ലേറ്റ് എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു ഖുറാനും മുസല്ലയും നമ്മൾ വേറൊരു ഹാമ്പറിൽ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി കസ്റ്റമർ കൊണ്ടുവന്നപ്പം തന്നെ ഈ ഒരു ഹാമ്പർ ഇസ് ലൈക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പം നമ്മൾ പിന്നെ പാച്ചിൻ്റെ ചോക്ലേറ്റ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഞാൻ അളവ് എടുത്തിട്ട് ഓരോ സൈഡിലും ഇപ്പം പൊന്തി നിൽക്കേണ്ട സ്ഥലത്ത് അവിടെ ഒരു സ്റ്റാൻഡ് പോലെ ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഒന്നും താഴോട്ടേക്ക് കാണാത്ത രീതിക്കായിപ്പോയില്ല. അങ്ങനെ ഞാൻ വേറെയും ബോക്സസിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ പാച്ച് വെച്ച ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലാണ്. ആ ഒരു സ്റ്റാൻഡ് കറക്റ്റ് ഞാൻ അളവെടുത്ത് ഇത്രാമത്തെ ഇഞ്ചിലാണ് എനിക്ക് ഒരു ബോക്സ് വരേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ പാച്ചിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അതിൽ ചോക്ലേറ്റ്സ് ഒക്കെ ഫുള്ള് കുറച്ച് കൊളായി കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ നല്ലോണം അറേഞ്ച് ചെയ്തു. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചോക്ലേറ്റിൽ ഒന്നാട്ടോ ഈ ഒരു പാച്ചിൻ്റെ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്കും ഈ ഒരു പാച്ചിൻ്റെ ചോക്ലേറ്റ് ഇഷ്ടമാണോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത് നിസ്കാരക്കുപ്പായാണ്. പ്ലെയിൻ വൈറ്റിലാണ് നിസ്കാരക്കുപ്പായ ഉള്ളത്. അത് ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്ത് വാങ്ങി കവർ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. അപ്പം ഞാനത് തലേന്ന് നൈറ്റാണ് ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ അന്ന് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്ലോത്ത് എൻ്റെ അടുത്ത് മേടിക്കാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം ആണ് ഈ ഒരു നിസ്കാരക്കുപ്പായം കവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രണ്ടിലുള്ള സ്പേസ് ഫുള്ളി ഡബിൾ ടേപ്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ റാപ്പിങ്സ് വരുന്ന ചോക്ലേറ്റ്സ് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 റോ ആയിട്ടാണ് ഇതിങ്ങനെ വെച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ചോക്ലേറ്റ്സ് സെറ്റ് ചെയ്യാണ് ഇവിടെ. അപ്പം ഞാൻ ഗോൾഡൻ റാപ്പിങ്സ് വരുന്ന ചോക്ലേറ്റ്സ് ഫുള്ളി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ബോക്സ് വന്നിട്ടുള്ളത്. ഇനി നിസ്കാരക്കുപ്പായം നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ബോക്സിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ബോക്സ് വന്നിട്ട് നമ്മൾ വാച്ച്, പെർഫ്യൂം, ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചെടുക്കുന്ന ബോക്സാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാച്ചും പെർഫ്യൂമും ചപ്പലൊക്കെ വന്നിട്ട്. ഇനി ഇത് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ബാത്ത് ആൻഡ് ബോഡീൻ്റെ സെറ്റാണ്. ഇതിങ്ങനെ ഒരു ബോക്സ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ വാച്ച് വെക്കുന്നുണ്ട്, പിന്നെ ചപ്പല്, ബാഗ്, പെർഫ്യൂം, ഇത്രയാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ വെക്കുകയാണ്. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾഡോൻ്റെ ഒരു ബാഗാണ്. നല്ലൊരു ബ്ലാക്ക്, വൈറ്റ്, ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ട്. അതുപോലെ തന്നെ ചപ്പലുണ്ട്, നല്ലൊരു വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ചപ്പലായിരുന്നു. അതുപോലെ തന്നെ പെർഫ്യൂമും. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഹാമ്പറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ ബോക്സിൽ ചെയ്ത പോലെ തന്നെ ഒരു ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാച്ച് വെക്കാനുള്ളൊരു സ്റ്റാൻഡും അതുപോലെ തന്നെ ചപ്പൽ ഇങ്ങനെ ഷോ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ബോക്സ് വന്നിട്ടുള്ളത്. കറക്റ്റ് എല്ലാം മെഷർമെൻറ്റ്സ് എടുത്ത് അയച്ചു കൊടുത്തിട്ടാണ്
കറക്റ്റ് ഈ ഒരു രീതിക്ക് നമുക്ക് ബോക്സ് ചെയ്തിടാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനത്തെ ബോക്സസൊക്കെ വേണ്ടിയോൽ എനിക്ക് മെസ്സേജ് അയക്കാം. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ബോക്സ് വന്നിട്ട് ചോക്ലേറ്റിൻ്റെ ബോക്സാണ്. ഇത്രയും ബിഗ് ഒരു ബോക്സ് തന്നെയാണത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ ഫുള്ളി ഒരു ഗോൾഡൻ തീമിലേക്കാണ് ഈ ഒരു ബോക്സ് ചെയ്യുന്നത്. ഫെററോ അതിൻ്റെ ആ ഒരു പാക്കിങ്ങിൻ്റെ കളേഴ്സിലേക്ക് വന്നിട്ടുള്ള ലിൻഡിറ്റ്, ലിൻഡോർ, പിന്നെ അതുപോലെ തന്നെ ഹെർഷീസിൻ്റെ പൗച്ചസ്, അങ്ങനത്തെ ആ ഒരു കളർ കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ഈ ഒരു ബോക്സിൽ നോക്കിയിട്ടുണ്ട്. എല്ലാം ആ ഒരു കളറിലേക്കാണ് വന്നിട്ടുള്ളത്. കിറ്റ്കാറ്റിൻ്റെ ബോക്സ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. അപ്പം ഇത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ള ചോക്ലേറ്റ് ആണ് പ്രോഗ്രാമിൻ്റെ സ്ഥലത്ത് നിന്ന്. അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇങ്ങനെ ചോക്ലേറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബോക്സ് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡ് ചെയ്യിപ്പിക്കുന്നതിന് പകരം ഞാൻ ഇതിങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോക്സ് വന്നിട്ട് ഇതാണ്. ഇതിൽ ചെറിയൊരു ഫില്ലിങ് ഞാൻ പിന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ 1-2 ചോക്ലേറ്റ്സ് മാറ്റി ഒരു ചോക്ലേറ്റും കൂടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ തേർഡ് ബോക്സ് വന്നിട്ട്. ഇനി നമ്മൾ ഫോർത്ത് ബോക്സാണ് ഇത്. ദിസ് ഈസ് ആൾസോ ചോക്ലേറ്റിൻ്റെ ബോക്സാണ്. മിക്സഡ് ആയിട്ടുള്ള എല്ലാ കളേഴ്സുള്ള ചോക്ലേറ്റ്സും ഉണ്ട്. ഗാലക്സി, ലിൻഡിറ്റ്, ലിൻഡോർ, പിന്നെ ബാറുകളുണ്ട്, ടോബ്ലറോണ്, ലിൻഡിറ്റിൻ്റെ ബാർസ് ഉണ്ട്, റാഫലോ, അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കുറേ ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ളൊരു ബോക്സാണിത്. ഈ ഒരു ബോക്സും ഞാൻ ലാസ്റ്റിലേക്ക് ഒന്നും കൂടി അറേഞ്ച് ചെയ്തിട്ട് കുറച്ച് പൗച്ചസും കൂടി ഇതിൻ്റെ ബാക്കിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഫോർത്ത് ബോക്സ് വന്നിട്ട്. ഇനി നമുക്ക് നമ്മൾ ഫിഫ്ത്ത് ബോക്സ് ചെയ്യാം. ഈ ഒരു ബോക്സിൽ ഫുള്ളി നമ്മൾ സെൽവാർസാണ് കൊടുക്കുന്നത്. 4 സെൽവാറാണുള്ളത്. അപ്പം 4 നല്ലപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ബോക്സിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 4 കളേഴ്സിലുള്ള സെൽവാർസാണ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു 4 സെൽവാർസ് നമുക്കിതിൽ സെറ്റ് ചെയ്യാം. നമ്മൾ 5 ബോക്സിലും സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പം എന്നാലും ഈ ഒരു 5 ബോക്സ് ഇപ്പം ഉള്ളത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാനുണ്ട്, റിബൺസ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ മാത്രമാണുള്ളത്. ഒരു ലക്ഷറി ഫീൽ തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബോക്സസ് ഫുള്ളി ചെയ്തിട്ടുള്ളത്. കസ്റ്റമറിൻ്റെ തന്നെ റെഫറൻസ് നമ്മൾക്ക് ഉണ്ടായിരുന്നു ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ആ ഒരു നിസ്കാരക്കുപ്പായം കവർ ചെയ്യാനുള്ള ക്ലോത്ത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നിസ്കാരക്കുപ്പായം കവർ ചെയ്യാണ്. ഏകദേശം ആ ഒരു മുസ്ലിം ഖുറാൻ്റെ ഒക്കെ ഒരു കളറിലേക്കുള്ള ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്.
അപ്പം നമ്മൾ ആ ഒരു നിസ്കാരക്കുപ്പായം ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബേബി ബ്രീത്ത് ഫ്ലവറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാനാണുള്ളത്. അതുപോലെ തന്നെ ഈ എല്ലാ സാധനങ്ങളും നമുക്ക് ഡബിൾ ടേപ്സ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. നമ്മൾ വാച്ചിൻ്റെ ബോക്സ്, അതുപോലെ തന്നെ പെർഫ്യൂമിൻ്റെ ബോക്സ്, അങ്ങനെയുള്ള എല്ലാം നമ്മൾ പെർഫ്യൂം വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഫുള്ളി വൈറ്റിലാണ് ഈ ഒരു ബോക്സസിൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നത്. ഒരു വൈറ്റ്, അതുപോലെ തന്നെ ഗ്രീൻ, ഗോൾഡ്, ആ ഒരു ലക്ഷറി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു രീതിക്കാണ് വെച്ചെടുക്കുന്നത്. ഫുള്ളി വൈറ്റ് റോസസ് ആണുള്ളത്. അതുപോലെ തന്നെ ബേബി ബ്രീത്ത് ഫ്ലവർ ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ ബോൾസും വൈറ്റ് ബോൾസും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു 5 ബോക്സിൻ്റെ മുകളിലും ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒട്ടിച്ചിട്ടില്ല, ഞാനിങ്ങനെ വെച്ച് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ ഓരോരോ ബോക്സിൻ്റെ മുകളിലായിട്ട് വെച്ച് നോക്കിയിട്ട് ഭംഗി എങ്ങനെയുണ്ട് നോക്കിയിട്ടുള്ള ഫൈനലിൽ അങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസ് കൊടുക്കുകയാണ്. ഞാനൊരു നല്ല ഭംഗിയുള്ളൊരു ജൂട്ടിൻ്റെ മുകളിൽ ഒരു ലേസ് വർക്ക് പോലെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് കളർ ഉള്ള ഒരു ലേസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇത് എല്ലാ ബോക്സസിൻ്റെ മുകളിലും ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഫൈനൽ ടച്ചായിട്ട് ഓരോ ഫ്ലവേഴ്സിൻ്റെ മുകളിലും നമ്മൾ വൈറ്റ് കളർ മുത്തുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ മുകളിലേക്ക് ഒരു വൈറ്റ് കളർ മുത്ത് വന്നപ്പം തന്നെ. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇഷ്ടമായെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്. ഇത് ലൈക്ക് ഇത്രയും വലിയൊരു ബോക്സിൽ ഇങ്ങനെ സാധനങ്ങൾ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ എല്ലാം ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. നമ്മൾ 5 ബോക്സസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് എല്ലാം വെച്ച് റിബൺസ് ഒക്കെ വെച്ച് അതിൻ്റെ ഫൈനൽ ലുക്കിലെത്തിയിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ്സ് എല്ലാം ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ബോക്സസും സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഞാൻ ഇതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ 2 ബോക്സിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വർക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏത് ബോക്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ബോക്സ്, സാധനങ്ങൾ, ഫ്ലവേഴ്സ് എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് ഷെയർ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റഗ്രാമിലെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഫോളോ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.